മുഅ്ത യുദ്ധഭൂമിയിൽ ഇസ്ലാമിക സൈന്യം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന റോമൻ പടയാളികൾക്ക് മുന്നിൽ 3000 പേർ മാത്രം വരുന്ന മുസ്ലിം സൈന്യം പതറാതെ നിന്നു. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച 3 സേനാനായകന്മാരായ സയ്യിദ് ബിൻ ഹാരിസയും ജാഫർ ബിൻ അബി താലിബും അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവും ഒന്നിനു പുറകെ ഒന്നായി രക്തസാക്ഷികളായി. നേതൃത്വമില്ലാതെ സൈന്യം ചിതറിപ്പോകുമെന്നും പരാജയം ഉറപ്പാണെന്നും തോന്നിച്ച ആ കറുത്ത നിമിഷം, ആ നിർണായക ഘട്ടത്തിലാണ് ചരിത്ര താളുകളിൽ ഒരൊറ്റ യുദ്ധത്തിൽ പോലും പരാജയപ്പെടാത്ത ആ അജയ്യനായ പോരാളി മുന്നോട്ട് വരുന്നത്. പേര് കേട്ടാൽ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പോലും വിറച്ചിരുന്ന യുദ്ധ തന്ത്രജ്ഞൻ. 100-ലധികം യുദ്ധക്കളങ്ങളിൽ മുൻനിരയിൽ നിന്ന് നയിച്ചിട്ടും മുറിവേൽക്കാത്ത 1 ഇഞ്ച് സ്ഥലം പോലും തന്റെ ദേഹത്ത് ഇല്ലാതിരുന്നിട്ടും മരണത്തെ മുഖാമുഖം കണ്ട ധീരൻ, അള്ളാഹുവിന്റെ പടവാൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ആ പതാക കയ്യിലാക്കി അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തതോടെ യുദ്ധത്തിന്റെ ഗതി മാറി. ഒട്ടും ഭയമില്ലാത്ത റോമൻ സൈന്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് അദ്ദേഹം കുതിച്ചു ചെന്നു. ആ പോരാട്ടം എത്രത്തോളം കഠിനമായിരുന്നുവെന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വാളുകൾ ഓരോന്നായി ഒടിഞ്ഞു വീണു. 1, 2, 3, 4 അങ്ങനെ 9 വാളുകളാണ് ആ ഒരൊറ്റ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ തകർന്നു പോയത്. ഒടുവിൽ ഒരു ചെറിയ വാൾ മാത്രം കയ്യിൽ അവശേഷിക്കുമ്പോഴും അദ്ദേഹം ശത്രുക്കളെ തുരത്തി. തന്റെ അസാമാന്യമായ യുദ്ധതന്ത്രത്തിലൂടെ തകർച്ചയുടെ വക്കിൽ നിന്നിരുന്ന മുസ്ലിം സൈന്യത്തെ ഖാലിദ് റളിയല്ലാഹു അൻഹു സുരക്ഷിതമായി കരകയറ്റി. ഇതായിരുന്നു അള്ളാഹുവിന്റെ പടവാൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു.